ഇനി നമുക്ക് ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട തെലങ്കാന എക്സ്പ്രസ് ഒരു മുന്നറിയിപ്പുമില്ലാതെ വഴിതിരിച്ചു വിട്ടുവെന്ന വാർത്ത. വൈകുന്നേരം 5 മണിക്ക് ഹൈദരാബാദിൽ എത്തേണ്ടിയിരുന്ന ട്രെയിൻ വഴിമാറിയതോടെ നിരവധി മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് യാത്രക്കാർ ദുരിതത്തിലായി എന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, എന്താണ് ഈ ട്രെയിൻ അറിയിപ്പില്ലാതെ വഴിതിരിച്ചു വിട്ടത്? SKN എന്തുകൊണ്ടാണ് ട്രെയിൻ വഴി തിരിച്ചുവിട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിശദീകരണം റെയിൽവേ നൽകുന്നില്ല. ഈ വഴിയിലുള്ള ട്രാക്കുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്ന വിശദീകരണം മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ ഏത് ഘട്ടത്തിലാണ് എന്ന മറ്റ് വിശദാംശങ്ങളോ പങ്കുവയ്ക്കാൻ തയ്യാറല്ല. ഇന്നലെ വൈകിട്ട് 3:30-ക്ക് ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട് ഇന്ന് 5 മണിയോടെ ഹൈദരാബാദിൽ എത്തേണ്ട തെലങ്കാന എക്സ്പ്രസ് ആണ് വഴിതിരിച്ചു വിട്ടത്. അതിൽ മലയാളികളടക്കമുള്ള നിരവധി യാത്രക്കാർ ഇതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ്. നാഗ്പൂരിൽ വെച്ച് മുൻപ് നിശ്ചയിക്കാത്ത വഴിയിലൂടെ ഈ ട്രെയിൻ സഞ്ചരിക്കുകയായിരുന്നു. തുടർന്ന് ഈ നാഗ്പൂരിനും ഹൈദരാബാദിനും ഇടയിൽ ഇറങ്ങേണ്ട ആളുകൾ അവർ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈ വഴി തിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട യാത്രക്കാർക്ക് യാതൊരു അറിയിപ്പും അധികൃതർ നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം എന്നുള്ളത്. ഈ ട്രെയിനിൽ നിരവധി മലയാളികൾ ഉൾപ്പെടെ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. എപ്പോൾ ട്രെയിൻ എത്തും എന്നതുമായി ബന്ധപ്പെട്ട യാതൊരു കൃത്യമായ അറിയിപ്പും അവർക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ വാഹനത്തിൽ ട്രെയിനിലെ വെള്ളവും ഭക്ഷണവും അടക്കമുള്ളവ തീർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാളെ ഈ ഹൈദരാബാദിൽ ചേരുന്ന എയ്മയുടെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ 17ാമത് ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഈ ട്രെയിനിൽ യാത്ര തിരിച്ച ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 14 പ്രതിനിധികൾ അടക്കമുള്ള യാത്രക്കാരാണ് ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. എന്തായാലും ഓർക്കാപ്പുറത്ത് ഇങ്ങനെ റെയിൽവേ ഒരു ചതി ചെയ്യുമെന്ന് ഇതിൽ സഞ്ചരിച്ച ഒരു യാത്രക്കാരനും പ്രതീക്ഷിച്ച് കാണില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.